ഏത് വകുപ്പിലാണ് ഞാൻ നിന്റെ ചേച്ചി ആവണത്? നിനക്കെന്റെ കൊച്ചച്ഛനാവാനുള്ള പ്രായം ഉണ്ടല്ലോടാ. രാവിലെ ചൂടാവല്ലേ ചേച്ചി. അതിരിക്കട്ടെ, പൊന്നുകുട്ട സാർ ഇവിടെ ഉണ്ടോ? പൊന്നുകുട്ട സാറൊക്കെ ഉണ്ട്, പക്ഷെ അതിനെ കൊടുക്കുന്നില്ല, ഇവിടെ വളർത്തുന്നതാ. ഓ, ഈ ചേച്ചിയുടെ ഒരു തമാശ. സാറിനെ ഒന്ന് വിളിക്ക് ചേച്ചി. ആ കസേര ഇരിക്കുന്ന സാധനത്തെ കണ്ടിട്ട് വാഴക്കൊല പഴുപ്പിക്കാൻ വെച്ചാൻ തോന്നുന്നുണ്ടോ? അയ്യോടി, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പൊന്നുകുട്ട സാറേ, 1-ാം തീയതിയായിട്ട് എന്നെ ഉറക്കമായത്. ഒന്ന് എഴുന്നേറ്റാട്ടെ. ഓ, നീയായിരുന്നു. മനുഷ്യനൊരു ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ലടാ. എന്താണോ രാവിലെ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നത്? അല്ല, ഇന്ന് 1-ാം തീയതിക്കല്ലേ. അതിന് ഒന്നും അറിയാത്ത പോലെ. നമ്മുടെ നാട്ടിലെ റിട്ടയർഡ് പട്ടാളക്കാരനായിട്ട് പൊന്നുകുട്ട സാറല്ലേ ഉള്ളു. ഓട്ടാ കിട്ടിയ കുപ്പിയോലെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് ആ സാറേ, ചോദിക്കുന്ന കാശ് തരാം. എന്റെ പൊന്നു സൂര്യ, ഇവിടെ ആകപ്പാടെ 2 കുപ്പിയേ ഇരിപ്പുള്ളൂ. മതി, അത് മതി. അതിലൊരെണ്ണം മതി എനിക്ക്. ഏതാ ചേച്ചി സാധനം? MH ആണോ MC ആണോ? ഇത് രണ്ടുമല്ല, KC. KCയോ? അതേതൊരു പുതിയ ഐറ്റം? കൊട്ടൻ ചുക്കാതി എന്ന് പറയും. ഇങ്ങനെ മുട്ടുവേനയ്ക്ക് പിറക്കുന്ന തൈലവാ. പിന്നെ വേറൊരു കുപ്പിയും ഉണ്ട്. ആ, അതാണ് എനിക്ക് വേണ്ടത്. അത് ഞാൻ അമ്പഴങ്ങാച്ചാറിട്ട് വെച്ചിരിക്കുന്ന കുപ്പിയാ. അത് എന്തിനാ സൂര്യ നിനക്ക്? എന്റെ പൊന്നു ചേച്ചി, രാവിലെ ഒരു വഹ കഴിക്കാതെ ഞാൻ ഇറങ്ങിയിരിക്കുന്ന ചേച്ചി. വെറും വയറ്റിൽ മുട്ടക്കാട്ടം കോമഡിയൊക്കെ പറഞ്ഞ് എനിക്ക് വയറുവേന എടുക്കും കേട്ടോ. കുപ്പിയുടെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. നീ ഇന്ന് പറമ്പി പണിക്ക് ഒരു ബംഗാളിയും കൊണ്ട് വരാന്ന് പറഞ്ഞു പോയതല്ലേടാ? എന്നിട്ട് എവിടെടാ ബംഗാളി? ബംഗാളിയൊക്കെ ഓൺ ദ വേ ആണ്, ഇപ്പൊ എത്തും. നീ എന്തായാലും പോയി ബംഗാളിയെ കൊണ്ടുപോവാ. ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. ഓക്കെ സാർ. സാറിന്റെ ബംഗാളി ഇതാ എത്തി. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ എന്തിനാ ഈ നാട്ടിലോടൊക്കെ പട്ടാളത്തിലായിരുന്നു കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നേ? അതുകൊണ്ടല്ലേ 1-ാം തീയതി ആകുമ്പോ ഓരോന്ന് കുറ്റിയും മറിച്ച് ഇങ്ങോട്ടൊക്കെ വന്നത്. ഓ, ഒന്ന് പതുക്കെ പറയടി ശല്യമേ, ആരെങ്കിലും കേക്കും. നിങ്ങൾ പട്ടാളത്തിലായിരുന്നപ്പോഴേ ഏത് സ്ഥലത്തായിരുന്നു എന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറയാമേ. ഇന്നാള് വന്ന മാമനോട് അച്ഛൻ പറഞ്ഞതേ റാഞ്ചിയിലും ചിറാപ്പൂഞ്ചിയിലൊക്കെ ആയിരുന്നു. റാന്നി ബസ് സ്റ്റാൻഡില് ബജ്ജിക്കട നടത്തിയിരുന്ന മനുഷ്യൻ റാഞ്ചിയിലും ചിറാപ്പൂഞ്ചിലും ഒക്കെ ഇരുന്ന പട്ടാളക്കാരനായിരുന്നു വിശ്വസിച്ച് ഈ നാട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ 1-ാം തീയതി നാട്ടുകാരെ പറ്റിക്കുന്ന മിലിറ്ററി കുപ്പിയൊക്കെ എവിടുന്നുണ്ടോരുന്നേ മനുഷ്യ? അത് ഞാൻ വേറെ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് മേടിക്കും. എന്നിട്ട് നാട്ടുകാർക്ക് മറച്ചു വെക്കും. എനിക്ക് കമ്മീഷനും കിട്ടും. അപ്പൊ നിങ്ങളൊരു സീക്രട്ട് ഏജന്റ് ആണല്ലേ? ഏജന്റ് പൊന്നൂസ്. പൊന്നുകുട്ട സാറേ, ബംഗാളി ദേ എത്തി. മനുഷ്യ, ഇങ്ങോട്ട് വന്നേ. എന്താടി? ആ ബംഗാളി കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഇല്ലേ? വല്ലോ കള്ളനോ പിടിച്ചോറിക്കാരനോ മറ്റോ ആണോ? എന്താ രണ്ടുപേരും കൂടെ ഒരു രഹസ്യം പരച്ചലി? A ക്ലാസ് ബംഗ്ലാദേശിനെ ഞാൻ കൊണ്ടുവന്നേക്കുന്നേ. ബംഗ്ലാദേശിയോ? ബംഗ്ലാദേശി അല്ല, ബംഗാളി. പറഞ്ഞപ്പോ തെറ്റിപ്പോയത്. മൊത്തത്തിൽ ഒരു അവലക്ഷണം. ഇവൻ വല്ലോ കക്കോടാ? ഇവൻ കക്കത്തില്ല. മുടിന്റെ കപ്പാസിറ്റിയാ. സംശയം ഉണ്ടെങ്കിൽ 2 പെഗ് കൊടുത്തു നോക്ക്, അപ്പൊ അറിയാം. ഇവൻ ഒറിജിനൽ ബംഗാളിയാണോന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ബംഗാളിലൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് ഇരുന്നിട്ടുണ്ട്. എനിക്ക് ബംഗാളി ഭാഷയൊക്കെ നല്ല വശവാ. अरे भाई, बंगाल में किधर है? हाँ अंकल, बंगाल में वाला का देखा सामने रखा रहा है वाला मैं क्या सही लगा थारा उरस्या बुरुसिन ला लेकर ना बाकी सुना गाना और आगे में चिकल क्वेश्चन बल का चल वाला दुनिया का सबसे बड़ा दुकानदार में हम लोग का बोझा था ना वाले सब चीज दे रहा था ना. അപ്പം പറഞ്ഞ പോലെ മക്കളെ എല്ലാം മനസ്സിലായി. ആ ബംഗാളി കുഞ്ഞ് ആദ്യം ഈ മിറ്റമൊക്കെ നന്നായി വൃത്തിയാക്കണം. हाँ अंकल. എന്നാ പിന്നെ പണി തുടങ്ങിയേക്കാം. അരേ ബായ്, ഇതർ. हाँ सुरा भाई, ठीक है. അയ്യോ അമ്മേ, ദേ നോക്കിയേ, ഈ ബംഗാളി മാമൻ നമ്മളെ ചെടിച്ചട്ടിയെല്ലാം പൊട്ടിച്ചു. അയ്യോ, എന്റെ ചെടിച്ചട്ടി. എടാ ബംഗാളി, എന്തോടെ കാണിച്ചത്? क्या हुआ आंटी? ആന്റി, നിന്റെ അമ്മൂമ്മ എന്റെ ചെടിച്ചട്ടി പൊട്ടിച്ച എന്തിനാണ് ബംഗാളി? आंटी क्या बोलते थे? मैं हम लोग को कुछ नहीं मानता था. എടാ, നിനക്ക് മലയാളം അറിയത്തില്ലേ? हाँ हाँ, मलयालम आ रही आंटी, आ रही मामूची मोहनलाल एला आ रही. ഓ, അപ്പൊ മമ്മൂട്ടിനെ മോഹൻലാലിനെയൊക്കെ നിനക്ക് അറിയാം. ഹേ ഹേ രാവണ പ്രഭു, ഹേ ഹരികൃഷ്ണൻ, ജഗന്നാഥ വർമ്മ, പ്രേമാനന്ദി. ക്യാ ഹുവാ? മേരെ ചെടിച്ചട്ടി പൊട്ടി ഹുവാ. ചേച്ചി, എല്ലാത്തിനും പരിഹാരമുണ്ട്. സമാധാനപ്പെട്. ചേച്ചിയുടെ ചെടിച്ചട്ടിയുടെ കാശി ഇവന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇവനോട് ബംഗാളി പറഞ്ഞിങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവന് മലയാളമൊക്കെ നല്ല അടിപൊളിയായിട്ട് അറിയാം. ആഹാ, ഇവന് മലയാളമൊക്കെ അറിയാവോ? കൊള്ളാം, അറിയാമോന്നു. ഇവൻ നല്ല അടിപൊളി കലാകാരനല്ലേ. പാട്ട്, ഡാൻസ്, മെമിക്രി എന്ന് വേണ്ട എല്ലാ ഐറ്റവും അറിയാം. ആഹാ, എന്നാ ഒരു പാട്ട് പാടിയാടാ ബംഗാളി കുഞ്ഞെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 2 അടിച്ചെങ്കിലേ അവൻ പാടൂ. ആ, അതങ്ങനെ വരൂ. നിന്റെ കൂടെയല്ലേ നടപ്പ്.
നീ പറഞ്ഞവനെ റൂട്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എങ്ങോട്ടാണെന്ന്. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. ആ വാഴയുടെ ചോട്ടില് ഒരു കുപ്പിയും ഒരു മൊന്ത വെള്ളവും വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പോയി ഈ രണ്ടെണ്ണം പിടിപ്പിച്ചിട്ടെങ്ങ് വാ. അര ബംഗാളി യാവോ ദോപ്പെക്ക് മാരേഗാ. ബായ്, നിനക്ക് മനസ്സിലായോ? ദാരു ദാരു. हाँ भाई इनको മനസ്സിലായി भाई हमारा गांव में इंगन कौन चाल छाने में है दारू पटवाड़ी ഓ കൊച്ചു കള്ളൻ, ഇങ്ങോട്ട് വാടാ. ദേ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പരിപാടി ശരിയല്ല കേട്ടോ. എന്ത്? കണ്ണിക്കണ്ടവന്മാർക്കൊക്കെ കള്ള് മേടിച്ചു കൊടുക്കുന്നത്. എടി മണ്ടി, ഇവന്മാർക്ക് 2 പെഗ് കൊടുത്ത രണ്ടും കൂടെ 4 പേരുടെ പണിയും. വൈകുന്നേരം ശമ്പളം ചോദിച്ചു വരുമ്പോഴോ അപ്പോഴും കൊടുക്കും 2 പെഗ്. പിന്നെ അവന്മാർക്ക് എന്നോട് കാശ് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ ലാഭം ആർക്കാ? ഇതാണ് പറയുന്നത് നിനക്ക് ബുദ്ധിയില്ലെന്ന്. ദേ അങ്ങോട്ട് നോക്കി, 4 പേരെ പണി ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞവന്മാരില്ലേ? ദേ 8 കാലില് വരുന്നു. मैं क्या करेगा भाई मेरा शादी नहीं हो गया भाई मेरा शादी में क्या करेगा भाई वो लोग क्या कर रहे थे भाई मेरे को क्या करेगा मेरे को मालूम नहीं है कुछ नहीं पता है എന്താ പറ്റിയടാ? ഇവനെന്തിനാ കിടന്ന് കീറുന്നേ? ഒന്നും പറയണ്ട ചേച്ചി, ഇവന് ബംഗാളിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നു. കൊച്ചിനെ കണ്ട് ഇവന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആഹാ, എന്നിട്ട് ഇവന്റെ സ്വഭാവത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ബംഗാളിൽ നിന്ന് കുറെ ബംഗാളികൾ കേരളത്തിലോട്ട് പോന്ന്. നേരെ ചെന്ന് കയറി കൊടുത്തതോ നമ്മുടെ രായംപിള്ളയുടെ കടയിൽ കഥം. ഏത്? നമ്മുടെ ചായക്കട രായംപിള്ളയോ? അയാൾ എന്തോ ചെയ്ത്? അവനെന്താ പറഞ്ഞറിയോ ആന്റി ഞാൻ കൽക്കുടിയനാണ് കഞ്ചാവടിയനാണ് എന്തെല്ലാം പറഞ്ഞറിയോ ആന്റി അവനെന്റെ കല്യാണം മൊറ്റി ആന്റി. ചേടാ രായംപിള്ളേ, അയാള് ബംഗാളികളുടെ വരെ കല്യാണം മുടക്കാൻ തുടങ്ങിയോ? അവൻ പാൻ ഇന്ത്യ ലെവൽ കല്യാണം മൊറ്റി ആന്റി പാൻ ഇന്ത്യ ലെവൽ. ഓട്ടടാ മോനെ, നിന്റെ വിഷമം മാറ്റാൻ നല്ലൊരു നാടൻ പാട്ടങ്ങ് കീച്ച് അങ്കിൾ ഒന്ന് കേക്കട്ടെ. ഇവൻ നാടൻ പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടും. പാടാ പോയി. ഓക്കെ അങ്കിൾ ഞാൻ പാടാം. താടകപ്പെണ്ണാളേ അടിടാടും മിടിലാളേ. ദൈവമേ, താടകപ്പെണ്ണാളെന്ന്. എടാ ആ പാട്ടിന്റെ ഫാൻസുകാരെങ്ങാനും കേട്ടാണ്ടല്ലോ നിന്നെ ബംഗാളി വന്നിടിക്കും. ഇവനെ കൊണ്ട് പാട്ട് പാടിച്ചതിന് നമുക്ക് കിട്ടൂടി. എന്നാ പിന്നെ നാടൻ പാട്ട് വേണ്ട. എടാ നീ ഹരിശങ്കറിന്റെ ആ കവർ ഇങ്ങോട്ട് പാടിക്കേ, ഇവരൊന്ന് ഞെട്ടട്ടെ. ആഹാ, ഹരിശങ്കറിന്റെ കവറൊക്കെ ഇവൻ പാടുവോ? പാടുവോന്നു? എടാ നീ ആ നിറത്തിലെ പാട്ട് അങ്ങോട്ട് കീച്ചി. കണിശിമ്മിയോ നിണടാളകോ കാട്ടാപടോ നിന്റെ കാത്താടവോ. നിർത്തടാ, കുറെ നേരമായി കുണുകുണുകുണാന്നും പറഞ്ഞ് തുടങ്ങിയിട്ട്. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം, അല്ലാതെ മനുഷ്യനെ മെനക്കെടുത്താൻ വരരുത്. ആരാടാ കാൽക്കുടിയൻ? നീ ആടാ കാൽക്കുടിയൻ? നീ എന്താടാ സംസാരിക്കണ? നീ എന്താ പറഞ്ഞ ഞാൻ കാൽക്കുടിയനാണോടാ? നിന്നെ ശരിയാക്കണോ? നിന്നെ കൊല്ലോടാ നാണ്. അയ്യോ, ഇവൻ എന്തോടാ കാണിക്കുന്നേ? എടാ സൂര്യ, ഇവനെ പിടിച്ച് മാറ്റടാ. അയ്യോ എന്നെ ഇടിക്കല്ലേ. അയ്യോ 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 അയ്യോ. നാട്ടുകാരെ ഓടി വരണേ, ഒരു അതിഥി ദേവൻ എന്നെ കൊല്ലുന്നേ. പ്രഭു, എന്റെ കൊച്ചാട്ടനൊന്നും ചെയ്യല്ലേ. എടാ വിടറാ, ആരികൃഷ്ണനൊക്കെ നാഥ പറഞ്ഞ പ്രമാണം നീ. ഈശ്വര എന്റെ പുറം. ഇതാണ് പണ്ടുള്ളവര് പറയുന്നത്, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചെന്ന്. അങ്ങനല്ല കൊച്ചാട്ട, മാറ്റിപ്പറ. കള്ള് കൊടുത്ത് കടിക്കുന്ന ബംഗാളിയെ മേടിച്ചെന്ന് പറ. അമ്മച്ചി സവായ്. ഇതാരാണ് യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടം? ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടവന് അസലായിരുന്നു. എല്ലാരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അഭിനയിച്ചത്. അത് ഒരു രക്ഷയില്ലാണ്ട് എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തു. അപ്പോൾ അൻസു തൊട്ട് അങ്ങോട്ട് എല്ലാവരുടെയും പേര് പറയണം എന്നുള്ളത് നമ്മുടെ അവിടെ കമന്റ്സ് ആയിട്ട് വരെ വന്നിട്ടുണ്ട്. അപ്പൊ അൻസുവിൽ തുടങ്ങാം നമുക്ക്. അൻസുമരിയ. അൻസുവിന്റെ പേര് അൻസു എന്ന് പറഞ്ഞു. അഭിമന്യു അനീഷ്. അഭിമന്യു ആണ് ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന ആള്. അഭിമന്യു ഏത് ക്ലാസ്സിലാണ് മുന്നേ പഠിക്കണേ? എവിടെ? സരസ്വതി വിദ്യാപീഠം കട്ടപ്പന. ഗംഭീരമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു ഇത്രയും ഇവരെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റാണോ, മറ്റേ മില്യൺസ് വ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവരുടെ കൂടെ വന്ന് അവരുടെ മോളിൽ നിന്ന് പെർഫോം ചെയ്തു കേട്ടോ. അസലായിട്ട് ഭയങ്കര ഒരു കൈയടി കൊടുക്കണം അല്ലേ. നമ്മുടെ താറാച്ചിയുടെ പേര് പറ. ആരാധ്യ. തിരിച്ചെന്റെ താറാച്ചി. ചോദിക്കല്ലേ ടിനിയങ്കളെ എന്താ ചോദിച്ചേ കേക്കട്ടെ. ടിനിയങ്കളിന് എവിടുന്ന് കിട്ടി ഇങ്ങനത്തെ ടീഷർട്ട്? ഇത് നമ്മുടെ ജയിലറിലെ ലാലേട്ടന് ഡ്രസ് തയ്ച്ചു കൊടുക്കാറില്ലേ ജിഷാദ്, പുള്ളി തയ്ച്ചു തന്നെയാണ്. ആദ്യം അവര് ജയിലറിന്ന് കേട്ടപ്പോ ഉറപ്പിച്ചു ജയിലിൽ നിന്ന് എങ്ങാണ്ട്. അടുത്ത ആളിലോട്ട് പോട്ടെ. സിനിമ അദ്വൈത് വി നായർ.
അദ്വൈത് വി നായർ. അദ്വൈത് വി നായർ എന്നാണെങ്കിൽ നമ്മൾ ഇവിടെ ആരെ കണ്ടാലും അപ്പോഴും ആറാട്ടണം എന്നാ വിളിക്കുന്നത് അല്ലേ? ചോറൂട്ടണ്ണൻ. എനിക്ക് തോന്നുന്നു ആ ഒരു സ്കിറ്റ് കണ്ടിട്ടാണല്ലേ സിനിമയിലൊരു കോൾ വന്നില്ലേ? അതെ. അപ്പൊ ഏതാ സിനിമ? സിനിമയുടെ പേരറിയില്ല. ചേട്ടനും ആ സിനിമയിലുണ്ട്. KP-യുടെ പടത്തിലാണോ? അതെ അതെ. പാലും പഴവും. ആരാ പാല് ആരാ പഴം? പാല്, ഞാൻ പഴം. നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന്. അയ്യോ, അതൊരു ഉഗ്രൻ സബ്ജക്റ്റ് ആണ്. മീര ജാസ്മിൻ ആണ് മെയിൻ ഹീറോയിൻ ആയിട്ട് ചെയ്യുന്നത്. ഞാൻ അതിനകത്ത് മീരയുടെ ബ്രദറിന്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞപ്പോഴാ അറിഞ്ഞേ. ഇനിയിപ്പോ അനസിന്റെ പേര് പറയൂ. ജനസ് എന്താ ചെയ്യണേ ജനസെ? ഞാനിപ്പോ 2 പടം ചെയ്തിട്ടുണ്ട്. തമിഴ് പടം ചെയ്തു. ഏതൊക്കെയാ? ഒന്ന് മെമ്മറീസ്, മലയാളം മൂവി തന്നെ കോപ്പി ആയിട്ട് മെമ്മറീസ്. പിന്നെ അടുത്ത മാസം ഇറങ്ങാൻ പോണ ദ സ്മൈലി മാൻ. സ്മൈലി മാൻ. ഓക്കെ. അപ്പൊ മോനിപ്പോ ക്ലാസ് ഏതാ പഠിക്കുന്നത്? 6th. ഓക്കെ. ഈ സ്കിറ്റുകൾ ഇപ്പൊ നമ്മള് മാട ഷോ ഉണ്ടായിരുന്നു അന്ന്. ഞാൻ കൃത്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം ഷോ അല്ല കേട്ടോ, മാ എന്ന് പറയുന്നത്. അതെ അതെ. അതിന് ഞാൻ ഇവര് പഠിക്കുന്ന പോലെ ഇവരുടെ കണ്ടിട്ട് എനിക്ക് ആ ഒരു ആത്മാർത്ഥം തോന്നിയിട്ട് അതില് ഈ റെക്കോർഡ് ചെയ്ത സ്കിറ്റ് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, അത് കാരണം ഇവരാണ്. കാരണം എനിക്ക് ഇവരൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ തൊഴിലിനോട് കുറച്ചുകൂടി ആത്മാർത്ഥത്തോട്, കാരണം ഈ പിള്ളേർ ഇത്രയും സിൻസിയർ ആയിട്ട് ഒരു ലിപ്പ് പോലും തെറ്റിക്കാതെ ചെയ്യുന്നല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ ചെയ്തപ്പോൾ ഇവരെയൊക്കെയാണ് ഞാൻ ഓർത്തത്. അപ്പൊ തന്നെ മനസ്സിലായി ഇവര് ഗുരുക്കന്മാരാ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനില്ല, ഇവർക്ക് നമ്മളോട് പറഞ്ഞു തരാനുള്ളൂ. അല്ല മിഥുനേട്ട, ഇനി പറഞ്ഞ പോലെ നമ്മൾ ഇത്തവണ ഇങ്ങനെ ഒരു സ്കിറ്റിനെ പറ്റി പ്ലാൻ ചെയ്തപ്പോ ഇവരുടെ സ്കിറ്റുകളൊക്കെ എടുത്തു നോക്കുമ്പോ എല്ലാത്തിനും 3 million ലൈക്സ് ആണ്. അറിയോ 3 million എത്രയാണെന്ന് അറിയോ? 30 ലക്ഷം ആൾക്കാരാണ് നിങ്ങളുടെ ഓരോ സ്കിറ്റും കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിറ്റുകൾ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നമ്മളൊരു സ്കിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റുകൾ വേറെ ചീത്ത വാക്കൊന്നും വരരുത് ഒരു പ്രാർത്ഥനയോടെയാണ് നമ്മൾ തുടങ്ങിയത്. കാര്യം അത്രയ്ക്ക് രസമായിട്ടാണ് നിങ്ങളുടെ എല്ലാ സ്കിറ്റുകളും. അപ്പോൾ ഇന്നാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്തിരിക്കുന്ന പെർഫോമൻസ് പറഞ്ഞാൽ പെർഫോമൻസ് ബേസിൽ എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. ഗംഭീരമായിട്ട് തകർത്ത് ചെയ്യുന്നതാണ്. താറാച്ചയ്ക്ക് അത് ഡയലോഗ് ഇല്ലെങ്കിൽ പോലും അവളെ എക്സ്പ്രഷൻ ഇട്ട് കൊല്ലുമായിരുന്നു. പിന്നെ മോനെ ഈ ബംഗാളി ഡബ് ചെയ്തിരിക്കുന്ന ആരാ ചെയ്തത്? ജയകൃഷ്ണൻ അങ്കിള് ആണോ? രസമുണ്ട് കേട്ടോ. എല്ലാം ഭയങ്കര. ഞാൻ വിചാരിച്ചതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ബംഗാളി അല്ല അസൽ മലയാളിയിലേക്ക് വരികയായിരിക്കും നമ്മൾ ധരിച്ചത്. എല്ലാരും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നല്ല, ഇവരൊക്കെ വേറെ ചിന്തകളാണ് അതിന്റെ ക്ലൈമാക്സ്. ബംഗാളി പാട്ട് പാടുന്നതേ അത് ഭയങ്കര ട്രോളായി. മോടെ പെർഫോമൻസ് കൊള്ളാം. പുതിയ നമ്മുടെ താരം അഭിമന്യു അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് വരികയാണ്, ആദ്യമായിട്ട് പെർഫോം ചെയ്യുകയാണെന്നൊന്നും തോന്നുന്ന രീതിയിൽ ഇവരുമായിട്ട് കിടപിടിച്ച് നിന്നുള്ളതാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് എല്ലാവരും കേട്ടോ. കലക്കി. അപ്പോൾ നമ്മുടെ ചിൽഡ്രൻസ് ടീം വീണ്ടും കയ്യടിയും കൊണ്ട് പോവാണ്. അപ്പൊ താങ്ക്സ് കേട്ടോ. താങ്ക് യു കലക്കി എല്ലാവരും.